ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. എറണാകുളം ജില്ലയിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിനടുത്ത് സ്ഥിതി ചെയ്യുന്ന 4.5 സെൻറ്റ് സ്ഥലത്ത് 4 ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡോടുകൂടി വരുന്ന മനോഹരമായ ഒരു വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഈ വീട്ടിൽ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 8 കിലോമീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് 2 കിലോമീറ്ററും HMT ജംഗ്ഷനിലേക്ക് 4 കിലോമീറ്ററും ദൂരത്തായി സ്ഥിതി ചെയ്യുന്ന ഫ്ലഡ് എഫക്റ്റ് ചെയ്യാത്ത ഒരു ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന വീട് നല്ലൊരു കണ്ടംപററി സ്റ്റൈലിലും കൊളോണിയൽ സ്റ്റൈലും മിക്സ് ചെയ്തു വരുന്ന ഒരു എലിവേഷനോട് കൂടിയാണ് നിൽക്കുന്നത്. മനോഹരമായ ടെക്സ്ചർ വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയിൽ തന്നെയാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടെ നിന്നും എറണാകുളത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈസിയായിട്ട് പോകാവുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ വീടിൻ്റെ മുന്നിലായി 4 മീറ്ററോളം വീതി വരുന്ന ഇൻ്റർലോക്ക് കട്ട വിരിച്ചിട്ടുള്ളൊരു റോഡ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മനോഹരമായ വില്ലകളുടെ നടുവിലാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. 4.5 സെൻറ്റ് ഒറിജിനൽ ലാൻഡിലാണ് ഈ വീട് നിൽക്കുന്നത്. വീടിൻ്റെ മുന്നിലായി നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ടെക്സ്ചർ വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമായി നിർമ്മിച്ചിട്ടുള്ള ഒരു വീടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ വീട് അന്വേഷിക്കുന്നവരാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീടുകളുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. കൂടാതെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഈ വീട് പർച്ചേസ് ചെയ്യുവാനും ഇതുപോലുള്ളൊരു വീട് നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് വിദഗ്ധരായ എഞ്ചിനീയർമാരുടെ കീഴിൽ പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മനോഹരമായ ചുറ്റുമതിലുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന 16 അടി നീളമുള്ള ഒരു ഗേറ്റാണ് വീടിൻ്റെ മുന്നിലായി കൊടുത്തിട്ടുള്ളത്. ഗേറ്റ് തുറന്ന് വീടിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചാൽ 3 വണ്ടി പാർക്ക് ചെയ്യാവുന്ന ഒരു പ്രൊവിഷൻ വീടിൻ്റെ മുറ്റത്തായി ലഭിക്കുന്നുണ്ട്. കടപ്പ കല്ലുകളാണ് വീടിൻ്റെ മുറ്റത്ത് വിരിച്ചിട്ടുള്ളത്. അവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് എല്ലാം കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ചുറ്റുഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം സെറ്റ് ബാക്കോട് കൂടി തന്നെയാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത്. 2 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ നമുക്ക് ഹോസ്പിറ്റലും സ്കൂളുകളും കോളേജുകളും അമ്പലങ്ങളും ലോ കോളേജ് അടക്കം എല്ലാ ഫെസിലിറ്റിയും അവൈലബിൾ ആയിട്ടുള്ള ഒരു ഏരിയയിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ചുറ്റുഭാഗങ്ങളിലെല്ലാം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ലൊരു ഏരിയ ചുറ്റുഭാഗത്തും നമുക്ക് ലഭിക്കുന്നുണ്ട്. വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളവും പൈപ്പ് കണക്ഷനുമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നല്ല ശുദ്ധമായ കിണർ വെള്ളം ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. വർഷത്തിൽ എല്ലാ ദിവസവും സുലഭമായി ലഭിക്കുന്ന ഒരു ഏരിയ തന്നെയാണ്. അങ്ങനെ നമ്മളിപ്പോൾ ചുറ്റുഭാഗങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞു. ഇനി വീടിൻ്റെ മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ L ഷേപ്പിൽ വരുന്ന വലിപ്പമുള്ള ഒരു സിറ്റ് ഔട്ട് നമുക്ക് കാണാം. അവിടെ ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിട്ടുള്ളത് ഗ്രാനൈറ്റ് തന്നെയാണ്. അത് ലെപ്പോത്ര ഗ്രാനൈറ്റ് ആണ്. അങ്ങനെ മനോഹരമായ ഒരു ഡിസൈനോട് കൂടി 4 പാളിയുടെ ജനലെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡോറിൻ്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ്. മഹാഗണിയിൽ ചെയ്തിട്ടുള്ള ഡോറാണ്. ചട്ടങ്ങളെല്ലാം ആഞ്ഞിലിയുമാണ്. ഡോർ തുറന്ന് വീടിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചാൽ നേരെ കയറി വരുന്നത് ഗസ്റ്റ് ലിവിംഗ് ഹാളിലേക്കാണ്. മനോഹരമായ ഈ ഒരു ഗസ്റ്റ് ലിവിംഗ് ഹാളിൽ ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. കൂടാതെ 2 സൈഡിലും വിൻഡോ വരുന്നത് കൊണ്ട് തന്നെ നല്ല പ്രകാശം വീടിൻ്റെ അകത്തേക്ക് ലഭിക്കുന്നുണ്ട്. ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിട്ടുള്ളത് 4x2 സൈസിൽ വരുന്ന വെട്രിഫൈഡ് ടൈലുകളാണ്. നേരെ കാണുന്ന ഭിത്തിയിൽ വലിപ്പമുള്ള ഒരു TV യൂണിറ്റ് കാണാം. അത് മൾട്ടിവുഡിലാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കാം. വലിപ്പമുള്ള ഒരു ഡൈനിങ് ഹാൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 8ഓളം ചെയറിട്ടിരിക്കാവുന്ന വലിപ്പമുള്ള ഒരു ടേബിൾ ഇടാവുന്ന ഒരു സ്പേസ് ഈ ഒരു ഡൈനിങ് ഹാളിൽ ലഭിക്കുന്നുണ്ട്. ഇവിടെ മോളിൽ ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയിൽ തന്നെയാണ് ഈ ഒരു ഡൈനിങ് ഹാൾ നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടെ ഇലക്ട്രിസിറ്റിക്കായി 3 ഫേസ് കണക്ഷനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇലക്ട്രിസിറ്റി കൺസപ്ഷൻ കുറഞ്ഞ രീതിയിലേ നമുക്ക് ലഭിക്കുകയുള്ളൂ. കൂടാതെ ഓപ്പൺ കിച്ചണാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ചെറിയൊരു ഓപ്പൺ കൺസെപ്റ്റാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. മൾട്ടിവുഡിൽ ചെയ്തിട്ടുള്ള ഒരു പാർട്ടീഷൻ നമുക്ക് കാണാം. കിച്ചണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗ്രേ കളറിൽ വരുന്ന കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയിൽ തന്നെയാണ് കിച്ചണിൻ്റെ നിർമ്മാണം. കിച്ചണിൽ വലിയൊരു ഫ്രിഡ്ജ് വെക്കാവുന്ന ഒരു പ്രൊവിഷനെല്ലാം കൊടുത്തിട്ടുണ്ട്. കിച്ചണോട് ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയക്കുള്ളൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ വർക്ക് ഏരിയയിൽ മനോഹരമായ ഒരു സിങ്കെല്ലാം കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് അത് നിർമ്മിച്ചിട്ടുള്ളത്. കിച്ചണിൽ അടുപ്പ് കത്തിക്കുന്നതിന് ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ്. ഇനി നമുക്ക് ബെഡ്റൂമിലേക്കാണ് പോവേണ്ടത്. 1ാമത്തെ ബെഡ്റൂം ഈ ഒരു സൈഡിലാണ് വരുന്നത്. ഇതിന് ഏകദേശം 14.5 അടി നീളവും 11.5 അടി വീതിയും വരുന്ന ബെഡ്റൂമാണ്. ഇതിന് 2 സൈഡിലും വിൻഡോ എല്ലാം കൊടുത്തിട്ടുണ്ട്. കൂടാതെ മുകളിൽ ഫോൾ സീലിംഗ് വർക്കും വാർഡ്രോബ്സ് എല്ലാം കൊടുത്ത് ഭംഗിയിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. ഇതിന് വലിപ്പമുള്ള ഒരു ബാത്റൂം നമുക്ക് കാണാം. സെറയും ജാഗോറുമാണ് ഇവിടെ ഫിറ്റിങ്സിനും സാനിറ്ററീസിനുമായി ഉപയോഗിച്ചിട്ടുള്ളത്. ബാത്റൂം ഫിറ്റിങ്സ് സെറ്റ് ചെയ്യാനുണ്ട്. ഇനി ഒരാഴ്ചത്തെ വർക്ക് കൂടി പെൻഡിങ് ഉള്ളൂ.
ബാത്റൂമിൻ്റെ ഡോറിനായി ഫൈബർ ഡോറുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ക്വാളിറ്റിയുള്ള ഡോറുകൾ തന്നെയാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. താഴത്തെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇതിന് ഏകദേശം 10 അടി നീളവും 10 അടി വീതിയും വരുന്ന അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടൊരു ബെഡ്റൂം തന്നെയാണ്. ഇതിനും കബോർഡ് വർക്കുകളും ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം നമുക്ക് കാണാം. മനോഹരമായ ഡിസൈനോട് കൂടി വരുന്ന ബാത്റൂം ഇവിടെയും നമുക്ക് കാണാൻ കഴിയും. ഇനി നമുക്ക് വാഷ് കൗണ്ടറാണ് കാണേണ്ടത്. സ്റ്റെയർ കേസിനോട് ചേർന്ന് തന്നെയാണ് വാഷ് കൗണ്ടർ കൊടുത്തിട്ടുള്ളത്. അത് ടേബിൾ ടോപ്പോട് കൂടി വരുന്ന സെറ ബ്രാൻഡ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അവിടെ LED വാം ലൈറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. സ്റ്റെയർ കേസിൻ്റെ അടിയിൽ ഇൻവെർട്ടർ വെക്കാവുന്ന സ്പേസ് എല്ലാം കൊടുത്തിട്ടുള്ള സ്റ്റോറേജ് സ്പേസും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്റ്റെയർ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗ്രാനൈറ്റാണ് ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിട്ടുള്ളത്. സ്റ്റെയർ കേസിൻ്റെ ഹാൻഡിലിൽ നമുക്ക് കാണാം സ്റ്റീലിൽ ചെയ്തിട്ടുള്ള ടഫൻ ഗ്ലാസോട് കൂടി വരുന്ന ഒരു ഫിനിഷിങ്ങിൽ നമുക്ക് ഭംഗിയുള്ളൊരു ഹാൻഡിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്റ്റെയർ കേസിൻ്റെ ഭിത്തിയിൽ പറകൊള കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല പ്രകാശം നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. സ്റ്റെയർ കേസ് കയറി വരുന്നത് എൽ ഷേപ്പിൽ വരുന്ന വലിപ്പമുള്ള ഒരു ഹോളിലേക്കാണ്. മനോഹരമായ ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു ഹോളിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഈ ഒരു ഹോളിലായി നമുക്ക് മനോഹരമായ ഒരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ലെങ്ത്തിൽ കിട്ടുന്നൊരു ഹോളായതുകൊണ്ട് തന്നെ നല്ല വ്യൂ ആയിട്ട് TV കാണാവുന്ന ഒരു ഏരിയയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. മുകളിലും നമുക്ക് 2 ബെഡ്റൂമാണ് വരുന്നത്. ഈ ഒരു ബെഡ്റൂം താഴത്തെ അതേ അളവിൽ തന്നെ വരുന്ന മുകളിലായി സ്ഥിതി ചെയ്യുന്നൊരു ബെഡ്റൂമാണ്. ഇവിടെയും കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. 2 ഭിത്തിയിലും വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം കാണാം. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. വലിപ്പമുള്ള ഒരു ബാത്റൂം തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി നമുക്ക് നേരെ 4ാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. 4ാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ഒരു സൈഡിലായിട്ടാണ്. ഇതിന് നമുക്ക് ഫോൾ സീലിംഗ് വർക്കുകളും കബോർഡ് വർക്കെല്ലാം ചെയ്ത് ഭംഗിയിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ്. ഇത് താഴത്തെ ബെഡ്റൂമിൻ്റെ അതേ അളവിൽ തന്നെ വരുന്ന മുകളിലായി സ്ഥിതി ചെയ്യുന്ന ഒരു ബെഡ്റൂമാണ്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം നമുക്ക് കാണാം. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാത്റൂം തന്നെയാണ്. ഇനി നമുക്ക് യൂട്ടിലിറ്റി ഏരിയയും ബാൽക്കണിയുമാണ് കാണേണ്ടത്. അതിനു മുമ്പ് വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് ഒന്നുകൂടി പോകാം. എറണാകുളം ജില്ലയിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിനോട് ചേർന്ന് 4 സെൻറ്റ് സ്ഥലത്ത് 1950 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡോടുകൂടി വരുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് 95 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിളാണ്. മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു എവരിവൺ.